ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണേ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇന്ന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പി ആയുള്ളൊരു ദിവസം കേട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ഷോർട്സ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പൂസിനെയും കൊണ്ട് എറണാകുളത്തേക്ക് ഓൾറെഡി ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കുറേ എനിക്ക് മെസ്സേജുകൾ, എനിക്ക് എന്താ പറയുക, കോള് കാര്യങ്ങൾ, അതുപോലെ പേഴ്സണൽ മെസ്സേജ് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിരുന്നു. അപ്പൂസിനെ നേരിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല കേട്ടോ, നമ്മുടെ ഹെവനിലേക്ക് വരാനായിട്ട് പലർക്കും പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി എനിക്ക് എറണാകുളത്തേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ വേഗം തന്നെ അപ്പൂസിനെ അതുകൊണ്ടാണ് കൈ പിടിച്ച കേട്ടോ. അപ്പോൾ അപ്പൂസ് അവിടെ ബാത്തിങ്ങിലാണ്. കണ്ടോ, അവിടെ നമ്മുടെ ഗ്രൂമർ ബാത്തിങ്ങിലാണ്. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ തോപ്പുംപടിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പിലാണ്. ഓണർ ഇവിടെ വരൂ. അതെ, ഇത് മൂപ്പരുടെ ഷോപ്പാണ്. ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എന്താണ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ, എവിടെയാണ് ഷോപ്പിൻ്റെ പേര്, പിന്നെ ആദ്യം പറയും. ഷോപ്പിൻ്റെ പേര് ഫർബറി ബൈ ഏപ്പിൾസ് പെറ്റ് കെയർ. ഞങ്ങൾ 4 വർഷമായിട്ട് ഏപ്പിൾസ് പെറ്റ് കെയർ എന്ന് പറഞ്ഞൊരു കേജ് ഫ്രീ ബോർഡിംഗ് നടത്തുന്നുണ്ട്. കേജ് ഫ്രീ ബോർഡിംഗ് വീടിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ വീട്ടിൽ നോക്കണ പോലെ നമ്മൾ കേജിലിടാണ്ട് ഓരോ ഡോഗ്സിനും ഓരോ റൂമായിട്ട് വെച്ചിട്ട്. കേജ് ഇല്ല ഇവരെ ബോർഡിംഗ് സെറ്റപ്പില് കേജ് ഇല്ല എന്നാണ് പറയണത്. ഞാനൊരു തവണ നമ്മുടെ പാപ്പൂസിനെ നമ്മുടെ ഇവിടെ ഫോർട്ട് കൊച്ചി വന്നപ്പോൾ ഞാൻ ഒരു നൈറ്റിന് ഞാൻ ബോർഡിങ്ങിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ അടിപൊളി സർവീസാണ്. നമ്മുടെ കൊച്ചി എറണാകുളം സൈഡിൽ, എസ്പെഷ്യലി നമ്മുടെ തോപ്പുംപടി അതുപോലെ ഫോർട്ട് കൊച്ചി ഭാഗം അല്ലേ, ആ ഭാഗങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, ബോർഡിംഗ് ഫെസിലിറ്റി നിങ്ങൾക്ക് വേണം, കേജ് ഫ്രീ ആണ്, അങ്ങനെ ഒരു ഫെസിലിറ്റി വേണമെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഇവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. പിന്നെ വേറെ എന്തൊക്കെയാണ് അതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ട് ഇവിടെ ഈ ഭാഗത്ത് എല്ലാവർക്കും പ്രീമിയം ഗ്രൂമിങ് അഫോർഡബിൾ ആയിട്ട് വേണം എന്നുള്ളൊരു തോന്നൽ വന്നു. ഞങ്ങൾക്ക് ഡോഗ്സ് ഉണ്ട്, അഫോർഡബിൾ ആയിട്ട് സാധാരണക്കാർക്കും പറ്റും. ഉറപ്പാണ്. എത്രയാണ് നിങ്ങളുടെ എമൗണ്ട് കാര്യങ്ങൾ? നമുക്ക് ഫുൾ ഗ്രൂമിങ് വരുന്നത് 1500 റുപ്പീസിനാണ് ഫുൾ ഗ്രൂം ചെയ്യുന്നത്. അതെ. അതും അതിലൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എക്സ്ട്രാ പ്രീമിയം ഗ്രൂമിങ് യൂസ് ചെയ്യണ ഇമ്പോർട്ടഡ് ഷാംപൂ, ഹൈഡ്ര പിന്നെ ബയോഗ്രൂം, ഈ 2 ഷാമ്പൂവും കണ്ടീഷണറും യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ റേറ്റ്സ് എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കും. ഏത് സാധാരണക്കാരനും വന്ന് പിള്ളേരെ, നമ്മുടെ മക്കളെ എന്ന് വെച്ചാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ പൊന്നോമനകളെ ഗ്രൂം ചെയ്യാനായിട്ട് ഇവിടെ ധൈര്യത്തോടെ ഏൽപ്പിക്കാം. കാരണം വേറൊന്നല്ല, മൂപ്പരും എന്താ പറയുക, ഈ മൃഗങ്ങളെ നമ്മുടെ പോലെ തന്നെ അത്യാവശ്യം അവരെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ഇങ്ങോട്ട് വന്നെങ്കിൽ, അതെ, ചെറിയ രീതിക്ക് ഷെൽട്ടറും കാര്യങ്ങളും എന്ന് വെച്ചാൽ അവർക്ക് പറ്റാവുന്ന രീതിക്ക് റെസ്ക്യൂവും കാര്യങ്ങളും ചെയ്യണത്. അപ്പം അത് കാരണം കൊണ്ട് നമുക്കറിയാം, ഒരു ബിസിനസ് മൈൻഡ് അല്ല മൂപ്പരെ ഉദ്ദേശിക്കണേ, ഒരു നല്ലൊരു സർവീസ് ഇവരുടെ ഭാഗത്തുനിന്ന്. എന്താ പറയുക, നല്ലൊരു, ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ കാര്യങ്ങളോ ഞാൻ ഇങ്ങനെ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരാളുടെ ഷോപ്പിൽ പോയിട്ടുള്ള, നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എല്ലാം നമ്മുടെ പിള്ളേരുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നു. പിന്നെ ഉള്ളത് നമ്മുടെ മക്കളുടെ വിശേഷങ്ങൾ വെച്ചാൽ നമ്മൾ ഗ്രൂമിങ്, നമ്മുടെ എന്താ പറയുക, പെറ്റ് ഫോക്കസ് എന്ന് പറഞ്ഞ ഷോപ്പിന്, അതെൻ്റെ കൂട്ടുകാരൻ്റെ, നമ്മുടെ നാട്ടിലുള്ള തൃശ്ശൂരുള്ള നമ്മുടെ കൂട്ടുകാരൻ്റെ ആ ഒരു ഷോപ്പ്. പക്ഷേ ഞാനിങ്ങനെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോപ്പിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവൻ്റെ മാത്രമാണ് നമ്മൾ കാര്യങ്ങൾ ഇതാക്കിയതിട്ടാ. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് ഇവനെ കൊല്ലങ്ങളായിട്ട് അറിയാം. എങ്ങനെ പോലും നമ്മൾ എത്ര വർഷമായിട്ട് ഒരു 4-5 വർഷമായിട്ട് എനിക്ക് മൂപ്പരെ അറിയാം. അപ്പോൾ എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും എനിക്ക് വീട്ടിൽ റെസ്ക്യൂ ചെയ്യണ സമയത്ത് തൊട്ട് എനിക്കറിയാം. എനിക്ക് നമ്മൾ ഈ ഹെവൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തൊട്ടേ നമുക്ക് നമ്മുടെ ഹെവൻ സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ കുറച്ച് ഫോർമാലിറ്റി, കുറച്ച് കാര്യങ്ങൾ മൂപ്പരാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നെ. പിന്നെ പറഞ്ഞു, ആസ് യൂഷ്വൽ എല്ലാവരും പറയുന്ന പോലെ, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഫീൽഡല്ല, അത്യാവശ്യം നല്ല രീതിക്ക് പണി കിട്ടുന്ന ഫീൽഡാണ്. അത് നമുക്ക് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഷോപ്പിൽ ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാറ്റിന്റെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഈ ഭാഗത്ത് കുറെ കാറ്റ് പാരന്റ്സ് ഉണ്ട്. അപ്പോൾ കൂടുതലും മോസ്റ്റ്ലി വരുന്ന കാറ്റ്സ് ആണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ തെളിവ് വേണമെങ്കിൽ കണ്ടോ, അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. അതെ, ഒരു കിറ്റനാണ് വന്നേക്കണേ, ഗ്രൂമിങ്ങിന് വേണ്ടി വന്നേക്കാണ്. അപ്പൊ ആരും തരാത്തൊരു ഓഫർ ഒന്നും പറയുന്നില്ല, എല്ലാവർക്കും ഹാപ്പി ആവാൻ വേണ്ടിയുള്ള ഓഫറാണ്. അതായത് ഫുൾ ഗ്രൂം കാറ്റിനെ ഒരു ഫുൾ ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ 5 കിലോ ലിറ്റർ ഫ്രീ ആയിട്ട് തരും. 5 കിലോ ഒന്ന് കാണിച്ചു തന്നെ. അതെ, ഈ ഒരു കാറ്റ് ലിറ്റർ നിങ്ങൾ കാറ്റിനെ ഇവിടെ നമ്മുടെ ഫർബറിയിൽ വന്നിട്ട് ഗ്രൂം ചെയ്ത് കഴിഞ്ഞാൽ, ഫുൾ ഗ്രൂമിങ് കഴിഞ്ഞ് കഴിഞ്ഞത് ഈ കാണുന്ന ഈ കാറ്റ് ലിറ്റർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. ഇത് ശരിക്കും എത്ര വരണേ റേറ്റ്? 270. ഇത് കാറ്റ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് ലിറ്ററിന്റെ ഉപയോഗം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് നമ്മുടെ ഫർബറി ടീം അങ്ങോട്ട് ഫ്രീ ആയിട്ട് അങ്ങോട്ട് തരും. പിന്നെ വേറെ എന്തെങ്കിലും ഡോഗ്സിന് വല്ല അങ്ങനെ ഓഫർ ഉണ്ട്?
പെറ്റ് വൈപ്സ് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് ഓക്കെ ഓക്കെ അത് നമുക്ക് ഓഫറാണ് വെനസ്ഡേയും തേഴ്സ്ഡേയും ഗ്രൂമിങ്ങിന് 20% ഓഫ്. തേഴ്സ്ഡേ 20% ഓഫറാണ് ഇവർ പ്രൊവൈഡ് ചെയ്യണം. ഇനിയിപ്പോ നമ്മള് കൊച്ചിയിലെ ഒരു സ്പെഷ്യൽ കാര്യം ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. ബാംഗ്ലൂർ ഒക്കെ ചെയ്യുന്ന കാര്യം ആരും ചെയ്യാത്ത കാര്യമാണ്. പെറ്റ് വാക്കിംഗ് എന്നൊരു കൺസെപ്റ്റ് കൊച്ചിയിൽ. ഡോഗ് വാക്കിംഗ് അത് തന്നെ. ഡോഗിനെ ഞങ്ങൾ വാക്ക് ചെയ്യിക്കും. അപ്പോൾ ഇപ്പൊ തൃത്വം അതുപോലത്തെ ഫ്ലാറ്റ്സിൽ ലിമിറ്റഡ് ഏരിയ ആയിരിക്കും. അപ്പോൾ ഡോഗിന് എക്സസൈസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ജൈന്റ് ബ്രീഡ്സിന് ഗോൾഡൻ റിട്രീവർ ലാബ് അപ്പോൾ അങ്ങനെയുള്ള ഡോഗ്സിനെ ഞങ്ങൾ അവർ പറയുന്ന എത്ര സമയമാണോ ആ സമയം ഞങ്ങൾ അവിടെ നടത്തിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് തിരിച്ചു വീട്ടിൽ. ഓക്കെ, അപ്പൊ ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു പാക്കേജ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫർബറി പ്രൊവൈഡ് ചെയ്തേക്കണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇതെൻ്റെ ഗ്യാരണ്ടിയാണ്. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുമക്കളെ നിങ്ങളെങ്ങനെയാണോ നോക്കണേ അതേ സെയിം പാറ്റേണിൽ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ നിൽക്കാം. അത് അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് കൂടെ നിൽക്കണ്ട, നിങ്ങൾക്ക് എന്താ പറയുക ഇവരെ കയ്യിൽ ഏൽപ്പിക്കാം. കാരണം ഞാൻ എൻ്റെ ഡോഗ്സിനെ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അത്രയും വിശ്വാസത്തോടെ ഞാൻ ഏൽപ്പിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എത്രത്തോളമാണ് ഇവരെ സർവീസ് പ്രൊവൈഡ് ചെയ്യണതെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ എന്താ പറയുക ഫുള്ള് സെറ്റപ്പൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ലീഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇതിന് വല്ല ഓഫേഴ്സോ കാര്യങ്ങൾ വല്ലതും ഉണ്ട്? അപ്പോൾ എല്ലാവർക്കും വളരെ അഫോർഡ് ചെയ്യുന്ന രീതിയിൽ എന്നാൽ ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാണ്ട് പുറത്തൊക്കെ വരുന്ന ലീഷിന്റെ ഹാഫ് പ്രൈസിലും താഴെ പ്രൈസിലാണ് ഞങ്ങളുടെ പ്രോഡക്ട്സ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ലീഷ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഇതിൽ വേണം, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ. അതെ, അത്യാവശ്യം എല്ലാ കളക്ഷനുകളും ഉണ്ട്. അതായത് നമ്മുടെ ചെറിയ കിറ്റണും ഡോഗ്സിനും തൊട്ട് അത്യാവശ്യം നല്ല ജയൻ്റ് ആയിട്ടുള്ള പിള്ളേർക്ക് വരെ. ഇതൊക്കെ നമ്മുടെ ശരിക്കും നമ്മുടെ ലോക്കി കുട്ടനില്ലേ, ലോക്കി കുട്ടന് വേണ്ട ടൈപ്പുള്ള ലീഷങ്ങടാന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ജയൻ്റ് ആയിട്ടുള്ള ബ്രീഡ്സിനൊക്കെ കൊണ്ട് നടക്കണമെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് വേണം. അപ്പോൾ ഇനി നമ്മുടെ മെയിൻ വിശേഷങ്ങളിലേക്ക് കടക്കാം. അതായത് നമ്മുടെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഇത്രയും എന്താ പറയുക ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റപ്പ് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ റോഡിലേക്ക് ഇങ്ങനെ നേരെ ഇതായിട്ട് നിൽക്കണ ഒരു ഗ്രൂമിങ് സ്റ്റുഡിയോ കണ്ടോ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ സെറ്റപ്പും കാണാൻ പറ്റും കണ്ടോ, എല്ലാ ഇതിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഇങ്ങോട്ടും വേണമെങ്കിൽ കാണാൻ പറ്റും അല്ലേ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം. അതെ, ഇവിടെ ഒന്നും ഒരു മറയ കാര്യങ്ങളൊന്നുമില്ല. സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂം ചെയ്യണത് കാണാൻ പറ്റുന്നില്ല, വേറെ സ്ഥലത്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് ശരിക്കും നിങ്ങൾക്ക് ഇത് നേരില് ഇപ്പൊ റോട്ടിക്കോട് പോകുന്ന ആൾക്കാർക്ക് വരെ ഇവിടെ എന്താണ് സംഭവിക്കണമെന്ന് കാണാൻ പറ്റും. അത്രയും ട്രാൻസ്പാരൻസി ആണ് ഇവർ നമ്മൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യണ. കാരണം പല ഗ്രൂമിങ് സെന്ററുകളിലും നല്ല രീതിക്ക് ഉപദ്രവങ്ങൾ ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇതില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഇത് മറക്കാവുന്നുള്ളൂ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതെ നമ്മുടെ അപ്പൂസ് ഇപ്പോൾ ഗ്രൂമിങ്ങിലാണ്. ഇപ്പോൾ ബാത്തിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ സുന്ദര കുട്ടപ്പനായി. ഇതേ കണ്ട അപ്പൂശേ എന്താണ് ആരെൻ്റെ മോന് കുളിപ്പിച്ച അപ്പൂശി ശരിക്കും പറയാനെങ്കിൽ ഇച്ചിരി പേടിച്ചിട്ടാണോ നിൽക്കണേ. പേടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇതെന്തായാലും ഇതാക്കണത്. കാരണം ഇവന് ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ വേണം എന്നുള്ളൊരു തോന്നൽ കാരണം കൊണ്ടാണ് നമ്മൾ ഇവനൊന്ന് ബാത്ത് ചെയ്യിപ്പിച്ച് വേറൊരു സ്ഥലത്ത് നമ്മൾ ബാത്ത് ചെയ്യിപ്പിക്കാനായിട്ടുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ വന്നേട്ടാ. അല്ല പൂജ അപ്പൂജി ഇപ്പം ഇത് നമ്മുടെ ഗ്രൂമർ ബ്രോയാണ്. ബ്രോന്റെ പേരെന്ന് പറഞ്ഞേ. എൻ്റെ പേര് ഷിബിൻ. അവിടെ നോക്കി പറയും ഷിബിൻ എന്നാണ് പേര്. അതെ, എവിടെ വീട് പറഞ്ഞേ? വൈപ്പിനില്. മൂപ്പര് അത്യാവശ്യം എത്ര കൊല്ലം എക്സ്പീരിയൻസ് ഇതാണ്? ഓക്കെ, കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് പാഷൻ കൊണ്ട് കട്ടിങ് ഒക്കെ പഠിച്ച് പിന്നെ കോഴ്സും ചെയ്ത് അതൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് 4 years എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്സ് ഓൺ ഗ്രൂമിങ്ങിൽ. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് 4 വർഷമുണ്ട്. അതല്ലാണ്ട് എറണാകുളത്തെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പുള്ളി. അപ്പം അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗ്രൂമർ തന്നെയാണ് നമ്മുടെ ഫർബറിയിലുള്ളത് കേട്ടോ. അപ്പം അതായത് നമ്മുടെ അപ്പൂസിന്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇനി എന്തൊരു പരിപാടി? ട്രൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ട്രൈ ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയും കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി ബാക്കി ഇവിടുത്തെ ഇനി വേറെ എന്തൊക്കെയാണ് ഇനി വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മുടെ ഫർബറിയിൽ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാര്യം? ഞങ്ങൾ ഒരു സാധനം MRP അല്ല വെക്കുന്നത്. ഒന്നും MRP അല്ല. ഓക്കെ, എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ ഡിസ്കൗണ്ട് ഇട്ടിട്ട് മാർജിൻ കുറച്ചിട്ട് തന്നെയാണ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് വേറെ ഒരു മിക്ക ഷോപ്പിൽ ഞാൻ പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ലൈക്ക് MRP തന്നെ കൊടുക്കണം ചെറിയൊരു ഡിസ്കൗണ്ട്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഇട്ടിട്ട് ആൾക്കാർക്ക്. ഓക്കെ, എന്തായാലും അത്യാവശ്യം നല്ല രീതിക്ക് എന്താ പറയുക പോക്കറ്റ് കാലിയാക്കാതെ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഓക്കെ
അതെ, ഇതൊക്കെ നമ്മുടെ എന്താ പറയാ ഈ പൗസ് ക്ലീൻ ചെയ്യാനായിട്ട്, കുളിപ്പിക്കാൻ പൗസ് ക്ലീൻ ചെയ്യാനായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഇത് ഗ്രൈൻഡർ അല്ലേ? അതെ, ഇത് നെയിൽ ഗ്രൈൻഡർ കാര്യങ്ങൾ. പിന്നെ അതുപോലെ എല്ലാം എനിക്ക് തോന്നുന്നു ഗ്രൂമിങ്ങിൻ്റെതായിട്ടുള്ള ഐറ്റംസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂമിങ് ആപ്രോൺ നമുക്ക് വീട്ടിൽ കുളിപ്പിക്കുമ്പോ നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പോ നമ്മള് നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യണ അതേ സെയിം സംഭവം. ഇത് നമ്മുടെ പിള്ളേരെ കുളിപ്പിക്കാനായിട്ട് അത്യാവശ്യം നല്ല ഇതിലല്ലേ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യണ സെയിം സാധനമാണ്. പിന്നെ അതുപോലെ ഇത് ടവല് ശരിക്കും പറയുകയാണെങ്കിൽ ഗ്രൂമിങ്ങിൽ ഏറ്റവും മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പൊ ഞാനൊരു ഗ്രൂമറാണ്, പെറ്റ് ഗ്രൂമറാണ്. ടവല് ഭയങ്കര മസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം പലരും എന്താ പറയാ വലിയ രീതിക്ക് വെള്ളം പിടിക്കാത്ത ഇതിൽ വെച്ചിട്ടാണ് സംഭവം ചെയ്യണേ. ഇത് നോക്കിയത് നമ്മുടെ ഈ എന്താ പറയാ അത്യാവശ്യം ഇതിനെന്താ ഒരു പേര് പറയൂലോ, അബ്സോർപ്ഷൻ ടവലാണ്. ഇതും ഇതിനെ കുറച്ചുകൂടി കൂടിയ വേർഷൻ, അതായത് റബ്ബർ ടൈപ്പ് പോലെ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾക്ക് കൊറിയർ കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? ഞങ്ങൾ ഓൺലൈൻ ഓർഡർ ചെയ്താൽ കൊറിയർ ചെയ്ത് തരും. ഓൺലൈൻ ത്രൂ എന്തെങ്കിലും ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ താഴെ എന്തായാലും നമ്പറും കാര്യങ്ങളും കൊടുക്കാം കേട്ടോ. ഓഫർ എന്ന് വെച്ചാൽ 2 എണ്ണം മേടിച്ചു കഴിഞ്ഞാൽ 1 എണ്ണം ഫ്രീ. ഇത് എല്ലാ വീട്ടിലും നമുക്ക് വേണ്ട ഒരു സാധനമാണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ ബ്രീഡുകൾക്ക് പ്രത്യേകിച്ച് വേണ്ടി വരും. ഓക്കെ, അതെ. അതുപോലെ ഈ കാറ്റ്സിനാണെങ്കിലും ചെറിയ ബ്രീഡുകൾ ഷിറ്റ്സു പോലത്തെ നമ്മുടെ പാപ്പൂസിനൊക്കെ നമുക്ക് സ്ഥിരം നമ്മൾ ശരിക്കും ഈ ഒരു പെറ്റ് വൈബ്സ് നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു 2-3 എണ്ണം നമ്മൾ ഓർഡർ ചെയ്ത് വെക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യമാണ്. ഇത് എസെൻഷ്യൽ ആയിട്ടുള്ള സംഭവമാണ്. ഇത് വലിയ ബ്രീഡെന്ന് അല്ല, ചെറിയ ബ്രീഡെന്നൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ വലിയ നമ്മുടെ ഈ GSD പോലത്തെ ബ്രീഡുകൾക്ക് ഈ എന്താ പറയുക ചെവി ക്ലീൻ ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ അത്യാവശ്യം ഈ നല്ല രീതിക്ക് ക്ലീൻ ആയിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ വൈബ്സ് അല്ല, ഈ ഒരു വൈബ്സ് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതെ, പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള വൈബ്സ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ 2 എണ്ണം മേടിച്ചാൽ നിങ്ങൾക്ക് 1 എണ്ണം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അങ്ങോട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ അത്യാവശ്യം പിന്നെ ഈ മറ്റേ സ്റ്റീം വരുന്ന ബ്രഷ് കണ്ടിട്ടുണ്ടാവല്ലോ. ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാം, എന്നിട്ട് നമുക്ക് സ്റ്റീം വരും, എന്നിട്ട് നമുക്ക് ബ്രഷ് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേനും താഴെ കൂടി സ്റ്റീം വരും, എന്നിട്ട് നമുക്കത് ഇങ്ങനത്തെ സംഭവം ഇത് ഞാൻ ആദ്യമായിട്ടോ കാണണം ഇങ്ങനൊരു സെറ്റപ്പ്. ഇത് എന്നിട്ട് കോംബ് ചെയ്യാനായിട്ടോ? സ്റ്റീം വന്നിട്ട് ആ ഒരു രീതിക്ക്. ഓക്കെ, മനസ്സിലായി. ഓക്കെ 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 എന്തായാലും സംഭവം എന്തായാലും അടിപൊളിയായി. ഓൾമോസ്റ്റ് ഹാഫ് പ്രൈസിലാണ്. ഓക്കെ, നമുക്ക് ഇതിപ്പോ എത്രയ്ക്കാണ് നമ്മളിപ്പോ ഇവിടെ കൊടുക്കണേ? ഓൺലി 350 rupees. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് എന്താ പറയുക, ഇത് ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഇതായിട്ട് വരും, ആവി വരും. അത് വന്നിട്ട് നമുക്ക് ഈ വലിയ ലോങ് ഹെയർ ആയിട്ടുള്ള ഷിറ്റ്സു പോലത്തെ ബ്രീഡുകൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് അവരെ കോംബ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ഭംഗിയിൽ ഹെയർ ഒക്കെ ആയിട്ട് വന്ന് വീണ്ടെടുക്കുന്ന ഇതിൽ പറഞ്ഞേക്കണം കേട്ടാ. ഡീ ഷെഡിങ് ടൂള് കാര്യങ്ങള് ടിക്സിന് വേണ്ടിയിട്ടുള്ള ഫെർമിനേറ്റർ എന്ന് പറയും. ടിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായി. ഓക്കെ. ഇനിയിപ്പോ നമ്മള് നമ്മുടെ അപ്പൂസിന്റെ ബാത്തിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. കാരണം ഡ്രൈയിങ്ങും കാര്യങ്ങളൊക്കെ എന്താ പറയാ അധികം ടൈമോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മള് നമ്മുടെ അപ്പൂസിന് വേണ്ടിയിട്ട് 3 ടീഷർട്ട് മേടിച്ചിട്ടുണ്ട്, നല്ല കുളിപ്പിച്ച് നല്ല സുന്ദരപ്പനായിട്ട് ഇടിയിക്കാനൊക്കെ ആയിട്ട്. ഇതൊന്ന് ഞാന് ഇത് അശോക ഇതൊന്ന് പിടിച്ച, ഈ മൈക്കൊന്ന് പിടിച്ച. ഇതില് നമ്മള് ഇത് പിടിച്ചോ, ഇങ്ങനെ പിടിച്ചാൽ മതി, ഇങ്ങനെ പിടിച്ചോ. ഓക്കെ, അപ്പോൾ നമ്മള് 3 ടീഷർട്ടാണ് മേടിച്ചത്. കണ്ടോ, ഇതേ ഒരാൾ ഇങ്ങനെ, രണ്ടാമത്തെ ടീഷർട്ട് ഇങ്ങനെ, കണ്ടോ, മൂന്നാമത്തെ ടീഷർട്ട് ഇങ്ങനെ. ഇതിലേതാണ് കണ്ടോ, ഒരു 3 ടീഷർട്ട് ഞാൻ അപ്പൂസിനെ കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കി കഴിഞ്ഞാൽ അശോക നീ തന്നെ സെലക്ട് ചെയ്തേ ഏതായിരിക്കും നമ്മുടെ അപ്പൂസിനെ ഭംഗി ഉണ്ടാവുക? ഇത്. അപ്പോൾ കുളിപ്പിച്ച് സുന്ദരമാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഈ ടീഷർട്ട് നമുക്ക് അവനെ ഇടിയിപ്പിക്കട്ടെ. കണ്ടോ, ഇതാണ് നമ്മൾ അശോക്. ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം. അതെ, മൂപ്പര് നേവിയിലായിരുന്നു കേട്ടോ. അതെ, മെർച്ചന്റ് നേവിയിലായിരുന്നു മൂപ്പര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അത് കാരണം കൊണ്ട് ആ ഒരു ഇതിൽ ടീഷർട്ടിൽ ഒരു ഷിപ്പിന്റെ പടം കണ്ടപ്പോൾ മൂപ്പര് ആ ഒരു ടീഷർട്ടാണ് സെലക്ട് ചെയ്തത്. അപ്പം എന്തായാലും അപ്പോൾ അശോക് പറഞ്ഞാൽ സെലക്ട് ചെയ്യാം, ഈ ടീഷർട്ട് തന്നെ നമുക്ക് ഇടിയിക്കാം കേട്ടോ. അപ്പോൾ ഗ്രൂമിങ് ഇപ്പോൾ ഡ്രൈയിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ടീഷർട്ടൊക്കെ ഇടിയിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂസിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദര കുട്ടപ്പനായി. കണ്ടോ, നമ്മുടെ നെയിലൊക്കെ ട്രിം ചെയ്ത് നല്ല സെറ്റപ്പായി. ഇത് നമ്മുടെ പേരെന്ന് പറഞ്ഞേ?
കാർത്തിക മൂപ്പര് ലോയറാണ്. ഇത് നമ്മുടെ അപ്പൂസിന് ഏതാ യൂണിഫോം അതെ, നമ്മുടെ അപ്പൂസിനെ നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ അപ്പൂസിനെ കാണാൻ വേണ്ടി വന്നതാണ്. എത്ര നാളായി നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു? ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു പഴയ വീട്ടിലുണ്ടായിരുന്ന ടൈമിൽ കാണാൻ തുടങ്ങിയത്. ഓക്കെ, നമ്മുടെ ഗോബൂസിന്റെ പപ്പി സ്റ്റേജ് തൊട്ട് കണ്ടു തോന്നുന്നു. സത്യം ഗോബൂസിനെ ഫസ്റ്റ് കാണാൻ തുടങ്ങിയത്. ഓക്കെ, അതെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അപ്പൂസ് ശരിക്കും വന്നത് കേട്ടോ. ഇതിപ്പോ എന്നെ കാണാനായിട്ട് വന്നപ്പോ ചെറിയൊരു വേറൊരു ഗിഫ്റ്റ് എന്താ സംഭവിച്ചിരിക്കും? ഫേവറേറ്റ് സാധനമാണോ? കാറാണോ? എനിക്ക് തോന്നി മിനിയേച്ചർ. നമുക്ക് ഇങ്ങനെ ഒരു പ്രാന്തുള്ള കാരണം ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, ഗിഫ്റ്റ് അല്ലേ, കുഴപ്പമില്ല. അപ്പൊ അതായത് നമ്മുടെ അപ്പൂസ് കുളിച്ച് നല്ല സുന്ദരം കിട്ടും. പിന്നെ നേരത്തെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടീഷർട്ട് അങ്ങോട്ട് ഇടാണ്. അപ്പൊ അശോകാണ് ഈ ടീഷർട്ട് സെലക്ട് ചെയ്തേക്കണം, ഷിപ്പുള്ള കാരണം കൊണ്ട്. അപ്പൊ അശോക് എന്നെ ഒന്ന് ഇടിച്ചു കൊടുത്തേ നമ്മുടെ അപ്പൂസിനെ ഒന്ന്. ഏട്ടാ ഇങ്ങനെ ഇവിടെ തന്നെ ഇടിച്ചോ. നമ്മുടെ അപ്പൂസിനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീഷർട്ട് ഇട്ട് കാണാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ ഈ ചാടി ചാടി പോണ കാണാനൊക്കെ ആയിട്ട് കേട്ടാ. അപ്പൂശേ അൻറ്റുട്ടി മോനിട്ടിനെ അൻറ്റുട്ടീന് അപ്പൂസിനെ ശരിക്കും പറയാൻ ഇത് ശരിക്കും ഞങ്ങൾ വരുന്ന വഴിക്ക് നമ്മുടെ മാക്സിൽ കയറിയിട്ട് ഈ 1 വയസ്സുള്ള കുഞ്ഞിൻ്റെ ടീഷർട്ടാട്ടോ ഇടിക്കാനായിട്ട്. ഇതേ കണ്ട, ഇതേ നോക്കി, ഇതാരെ നോക്കിയേ, ഇത് ഞാൻ അപ്പൂശേ ഇത് ചുഞ്ചനാണ് എൻ്റെ മോയ് ഇഞ്ചിട്ട് ഞാൻ ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒത്തിരി സന്തോഷം. ഞാൻ എന്താ പറയുക, ഇതിപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഇഷ്ടംപോലെ കോളുകളും മെസ്സേജുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അപ്പൂസിനെ കാണാനായിട്ട് ഇങ്ങനെ വരാണെന്ന് പറയും. അപ്പോൾ ആദ്യം ഞാൻ ഇന്നലെ ഈ സംഭവം പറഞ്ഞപ്പോൾ ആദ്യം വന്ന് ബുക്ക് ചെയ്ത് മൂപ്പരാണ് കേട്ടോ. അതെ, ഞങ്ങൾ ഷോപ്പിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇത് തോന്നുന്നു കോടതി കഴിഞ്ഞ് നേരം ഇങ്ങടാന്ന് തോന്നുന്നു. നേരെ കോടതി കഴിഞ്ഞ് നേരം ഇങ്ങടാണ് വന്നേട്ടാ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ ഉണ്ടാവും. കുറച്ച് കാര്യങ്ങളായിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ വേറെ മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ബോർഡിംഗ് ഫെസിലിറ്റി, ഞാൻ പിന്നെയും പറയുകയാണ്, ബോർഡിംഗ് ഫെസിലിറ്റി അതുപോലെ തന്നെ ഗ്രൂമിങ്, അതിൻ്റെതായിട്ട് എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പെറ്റ് വാക്കിംഗ് അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കാര്യങ്ങളും നിങ്ങൾക്ക് എന്താ പറയുക കോണ്ടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർബറി. ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പേര് എന്താ ശരിക്കും ആ ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് കാരണം? ശരിക്കും ഏപ്രിൽസ് പെറ്റ് കെയർ എന്നാണ്. അതെന്താണ് ഏപ്രിൽസ് പെറ്റ് കെയർ എന്ന് പറഞ്ഞ സംഭവം? പെറ്റിന്റെ പേര്. അതെ, അതിൽ നിന്ന് ഞങ്ങള് സ്വന്തം മോളെ പോലെയാണ് വളർത്തുന്നത്. ഗോൾഡ് റിട്രീവർ ആണ്. പിന്നെ ഒരു കാറ്റ് ഉണ്ട് അഡോപ്റ്റഡ്. 2 പെറ്റ്സ് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പൊ അവളുടെ പേരിൽ തുടങ്ങണം എന്നൊരു ഇതിലാണ് ഞങ്ങൾ ഇത് ഫോം തുടങ്ങിയത്. ഗ്രൂമിങ്ങിന് സെപ്പറേറ്റ് ഒരു ഫർബറി എന്ന് പറഞ്ഞ് US-ലൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ വന്നതാണ്. ഓക്കെ, ഇത് ചെറിയ സംഭവമല്ല, വലിയൊരു സംഭവമായിട്ടാണ് വന്നത്. അതെ, ഇപ്പൊ നമ്മുടെ ഗ്രൂമിങ് എന്താ പറയുക, നമ്മുടെ ഗ്രൂമർ, നമ്മുടെ അവിടത്തെ എല്ലാ ടൂൾസും കാര്യങ്ങളും എല്ലാം ഇനിയിപ്പോൾ ഫുള്ള് ക്ലീനിങ് ആണ്. അതെ, എല്ലാ സംഭവങ്ങളും ഇതിപ്പോൾ ഞാൻ പെറ്റ് ഗ്രൂമർ ആയിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ. ഇതിനെന്താ പേര് പറയുന്നത്? ചങ്ക്. ഓക്കെ, ഫൈൻ. ഇത് ഗ്രൂമിങ് പഠിച്ചിട്ട് അല്ലെങ്കിൽ ഗ്രൂമേഴ്സിന് അറിയാൻ പറ്റും. ഇത് ആക്ച്വലി എത്ര കൊല്ലം മുന്നേ എൻ്റെ കയ്യിലിരുന്ന സംഭവമാണെന്ന് പറയും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രൂമിങ് ഇപ്പം അധികം വലിയ രീതിക്ക് ഇതില്ല. ഓക്കെ, നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ ആയിട്ടുള്ളൊരു സംഭവം, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഈ 1-2 കൂടുതലുള്ള ഡോഗ്സ് ഉള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. ഇതൊന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. മിക്ക ആൾക്കാരും വീട്ടിലിപ്പോ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ഷിറ്റ്സ് വന്നു. അപ്പൊ അവർക്ക് അറിയത്തില്ല, അവർ ഡെറ്റോളും ലൈസോളും അങ്ങനത്തെ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് വീട് ക്ലീൻ ചെയ്യുന്നത്. അതൊക്കെ ആനിമൽസിന് ഒരിക്കലും സേഫ് അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന നിമൈൽ എന്നൊരു പ്രൊഡക്റ്റ് വരുന്നുണ്ട്, അതെല്ലാ സ്റ്റോറിലും ഉണ്ട്. പക്ഷെ അതിനെക്കാട്ടും ആനിമൽസിനും ഡോഗ്സിനും വേണ്ടി കെന്നൽ വാഷും അതുപോലെ ഡിസിൻഫെക്റ്റൻറ്റും സർഫസ് ക്ലീനറായിട്ട് ഈ സംഭവം ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ റോഡിൽ വരുമ്പോഴത്തേക്കും നമ്മൾ നടന്നു വരും, നമ്മുടെ കാലിലൊക്കെ ഈ പാർവോ CD പോലത്തെ വൈറസ് എയർബോൺ ആണ്. അതൊക്കെ നമ്മളുടെ കാലിലോ അങ്ങനെ ഇങ്ങനെ വേണമെങ്കിലും വരാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി, ഞാൻ മുന്നായാലും പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആൾക്കാർ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ ഇടുന്ന സ്ഥലം നിങ്ങൾ വീടിൻ്റെ അകത്താണോ കുഞ്ഞുങ്ങളെ വളർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഈ എന്താ പറയുക കെനൽ വാഷ് യൂസ് ചെയ്യുക. ഈ ഡെറ്റോള് അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കുക. പല അസുഖങ്ങളും ഇതിൽ നിന്ന് മാറും. അത് ഞാൻ അവിടെ പ്രൂവാണ്. കാരണം ഈ ഒരു സംഭവം നമ്മുടെ പാർവോ വന്ന സമയത്ത് ഞാൻ മേടിച്ചിരുന്നത്. ഇത് മൂപ്പർ തന്നെയാണ് എനിക്ക് ഈ ഒരു സംഭവം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഈ സംഭവത്തിൽ റിസൾട്ട് കിട്ടിയ കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുണ്ടോ? ഇത് നിങ്ങൾ ഇറക്കി കൊടുക്കുന്നുണ്ടോ? ഓക്കെ, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇറക്കി കൊടുക്കാം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്തോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഗ്രൂമർ ബ്രോ, താങ്ക് യു.
അപ്പൂസിനെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കിയതിൽ. അപ്പോൾ ഞങ്ങൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടാ.